പള്ളിത്തർക്കം വിധി നടപ്പാക്കാത്തത് ഭരണ സംവിധാനങ്ങളുടെ പരാജയമെന്ന് ഹൈക്കോടതി. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ വിധി നടപ്പാക്കാത്തതിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വിധി നടപ്പാക്കാത്തത് ഭരണ സംവിധാനങ്ങളുടെ പരാജയമാണെന്നും സർക്കാർ നടപടികൾ പ്രഹസനമാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. ഉത്തരവ് നടപ്പാക്കുന്നതിനെ എതിർക്കുന്ന യാക്കോബായ വിഭാഗം കോടതിയെ ലക്ഷ്യമാണ് നടത്തുന്നതെന്നും ഹൈക്കോടതി പരാമർശിച്ചു. വിധി നടപ്പാക്കുവാൻ ശ്രമിച്ചാൽ കടുത്ത ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. അതേസമയം വിധി നടപ്പിലാക്കുവാൻ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം കുറ്റപ്പെടുത്തി. വിധി നടപ്പിലാക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുന്നതെന്നും വിധി നടപ്പിലാക്കുവാൻ കഴിയുന്നില്ലെന്നാണോ പറയുന്നതെന്നും സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. വിധി നടപ്പിലാക്കുവാൻ എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്? സംസ്ഥാന സർക്കാരിന് വിധി നടപ്പിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധിയാണെന്ന് പറയേണ്ടി വരും. സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കാത്തതെന്ന് ഓർക്കണം. പോലീസ് റിപ്പോർട്ട് പറയുന്നത് അതാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രസ്താവിച്ചു. വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും ചിലപ്പോൾ വെടിവെപ്പ് വരെ ആവശ്യമായി വരുമെന്നും അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറഞ്ഞു. ജനങ്ങളിൽ ഒരു വിഭാഗം ശക്തമായ എതിർപ്പുമായി രംഗത്തുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തിനാണ് പ്രതിരോധിക്കുന്നതെന്ന് യാക്കോബായ വിഭാഗത്തോട് കോടതി ചോദിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് കഴിഞ്ഞ തവണ പറഞ്ഞതല്ലേ, എന്നിട്ടും തടസ്സം നിന്നാൽ കോടതി ലക്ഷ്യമാകും. പള്ളിയിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാത്തത് കോടതി ലക്ഷ്യമല്ലേ എന്ന് യാക്കോബായ സഭയോട് ഹൈക്കോടതി ചോദിച്ചു. യാക്കോബായ സഭ പ്രതിരോധിച്ചോ എന്ന് സർക്കാരിനോട് ചോദിച്ച ഹൈക്കോടതി ഏതൊക്കെ കക്ഷികളാണ് എതിർക്കുന്നത് എന്നതിൻ്റെ പട്ടികയെടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഉത്തരവ് നടപ്പിലാക്കുവാൻ രീതികളുണ്ടെന്ന് അറിയാത്തതല്ലോ എന്നും പള്ളിക്കകത്ത് കയറി ഇരിക്കുന്നവർ എപ്പോഴെങ്കിലും പുറത്ത് ഇറങ്ങില്ലേ എന്നും ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു. അങ്ങനെ വരുമ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞുകൂടെ എന്നും കോടതി ചോദിച്ചു. പോലീസിന് വേണമെങ്കിൽ സാധിക്കാവുന്ന കാര്യം മാത്രമാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സ്ഥലത്ത് 7 മണിക്കൂർ മാത്രമാണ് പോലീസ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് അവർ തിരിച്ചുപോയെന്നും പറഞ്ഞ ഹൈക്കോടതി നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വളഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെയാണോ ചെയ്യുന്നതെന്നും ചോദിച്ചു. വെറും പ്രഹസനമാണ് ഇതൊക്കെയെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കുട്ടികളും സ്ത്രീകളും ഉണ്ടായതുകൊണ്ടാണ് ബലം പ്രയോഗിക്കാത്തതെന്ന് AG പറഞ്ഞു. പോലീസ് തന്ത്രപരമായി നീങ്ങിയില്ലെന്ന് വിമർശിച്ച ഹൈക്കോടതി അതോ തന്ത്രം പോലീസ് തന്നെ ചോർത്തിക്കൊടുത്തോ എന്നും ചോദിച്ചു. വരും ദിവസങ്ങളിൽ വിധി നടപ്പാക്കാമെന്ന് AG കോടതിയിൽ ഉറപ്പു നൽകി. കേസ് വീണ്ടും അടുത്ത മാസം 8-ന് പരിഗണിക്കുവാനായി മാറ്റി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.